ബംഗ്ലാദേശിൽ നിരന്തരം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ധാക്കയിൽ ഹിന്ദു ക്ഷേത്രത്തെ അവിടെയുള്ള മുസ്ലിം മതമൗലികവാദികൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ബംഗ്ലാദേശിൻ്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 26 ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിലെ ഖിൽഗേത്ത് പ്രദേശത്തെ ദുർഗാ ക്ഷേത്രം തകർത്തതിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്. രഥയാത്രയ്ക്ക് ഒരു ദിവസം മുമ്പാണ് സംഭവം നടന്നത്. ഇതുമൂലം രാജ്യത്തുടനീളമുള്ള ന്യൂനപക്ഷ ഹിന്ദു സമൂഹത്തിൽ വലിയ രോഷമാണ് ഉയർന്നിട്ടുള്ളത്. ഹിന്ദുക്കൾ പല ആൾക്കാരും തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ബംഗ്ലാദേശ് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഹിന്ദുക്കളുടെ താടിക്കിട്ട് തട്ടിയാൽ അവർ നോക്കിക്കൊണ്ടിരുന്നു കൊള്ളുമെന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള അവിടെയുള്ള ഹിന്ദുക്കളുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. എന്നാൽ ആക്രമണം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഗതികെട്ട് ഒരു സമൂഹം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ബംഗ്ലാദേശിൽ സമ്പൂർണ്ണമായി ബന്ദാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച ബംഗ്ലാദേശിലെ പല നഗരങ്ങളിലും ഹിന്ദുക്കൾ തടിച്ചുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിലെ ഖിൽഗേത്ത് പ്രദേശത്തെ ഈ ക്ഷേത്രം തകർത്തതിൽ ഇന്ത്യയും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. 2025 ജൂൺ 26 വിദേശകാര്യ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചു. ഈ വിഷയം മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നും ഇതിനെ നിസ്സാരമായി കാണാനാകില്ല എന്നും ഇന്ത്യയുടെ പ്രതികരണത്തിന് ഒരു ദിവസത്തിന് ശേഷം ബംഗ്ലാദേശ് സർക്കാർ വെള്ളിയാഴ്ച ഇക്കാര്യം വ്യക്തമാക്കി ഒരു പ്രസ്താവനയും പുറത്തിറങ്ങിയിട്ടുണ്ട്. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം നിർമ്മിച്ച നിരവധി അനധികൃത നിർമ്മിതികളിലൊന്നായിരുന്നു പൊളിച്ചു മാറ്റിയ ഈ ക്ഷേത്രമെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ പറയുന്നത്. അതിനാൽ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം അടുത്തുള്ള നദിയിൽ ആദരപൂർവ്വം ഒഴുക്കി വിട്ടു, അതായത് നിമഞ്ജനം ചെയ്ത ശേഷമാണ് ക്ഷേത്രം പൊളിച്ചു മാറ്റിയെന്നാണ് പറയുന്നത്. എന്നാൽ അവിടെയുള്ള ഹിന്ദുക്കൾ പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറി ക്ഷേത്രം പൊളിച്ച് ക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്ത് നദിയിലേക്ക് എറിയുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ബംഗ്ലാദേശ് പറയുന്നത് ആദരപൂർവ്വം ഈ വിഗ്രഹം നദിയിൽ ഞങ്ങൾ ഒഴുക്കി വിടുകയായിരുന്നു, നിമഞ്ജനം ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ദുർഗാക്ഷേത്രം പൊളിച്ചു മാറ്റിയതിന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെതിരെ ഇന്ത്യ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ ദുർഗാ പൂജയ്ക്കിടെ പ്രാദേശിക ഹിന്ദു സമൂഹം റെയിൽവേ ഭൂമിയിൽ അനുമതി വാങ്ങാതെ താൽക്കാലിക പൂജാ പവലിയൻ നിർമ്മിച്ചതായി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറയുന്നു. ആ സമയത്ത് ദുർഗാ പൂജയ്ക്കായി ഒരു പവലിയൻ നിർമ്മിക്കാൻ റെയിൽവേ അനുമതി നൽകിയിരുന്നു. എന്നാൽ കരാർ പ്രകാരം ചടങ്ങിന് ശേഷം പവലിയൻ നീക്കം ചെയ്യണമായിരുന്നു എന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതൊരു ക്ഷേത്രമാണ്, ഒരു പവലിയൻ അല്ല എന്നാണ് ഇപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.